ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതി റാണി ടാരോ ഹീലിംഗ് ചാനൽ. ഇന്ന് ഇവിടെ നോക്കുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒത്തിരി ബേർഡൻ അനുഭവിക്കുന്നുണ്ടോ? ഈ ബേർഡനിൽ നിങ്ങളോട് ഡിവൈന് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയുക കേട്ടോ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ ഈ കാർഡ്സ് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഒത്തിരിയേറെ സഫർ ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടും. നിങ്ങൾ ഭയങ്കരമായ ഒരു ചുറ്റുപാടിൽ നിങ്ങൾ കണ്ണ് മൂടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിച്ച ചുറ്റുപാടേ അല്ല നിങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് ബേർഡൻ നിങ്ങൾ ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഈ ബന്ധത്തിൽ തുടരണോ അതോ വേറെ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾ ഒത്തിരിയേറെ ആലോചിക്കുന്നുണ്ട്. അത്രയേറെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് വിഷമം നിങ്ങളിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും വേണം, ഈ റിലേഷൻ കൊണ്ട് മുന്നോട്ട് പോവുകയും വേണം, എന്നാലിട്ട് അതിന് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഒരു എംപ്രസ് ആണെന്ന് പറഞ്ഞാൽ വളരെയധികം നർച്ചറിങ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ പവറാണ് ഇവിടെ കിട്ടുന്നത്. ലേഡിയുടെ എനർജിയാണ് കൂടുതൽ ഇവിടെ കിട്ടുന്നത് കേട്ടോ. വളരെ എന്താ പറയുക, വളരെ നർച്ചറിങ് ആയിട്ടുള്ള, നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു ലേഡിയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെ സെക്യൂർ ആയിരുന്നു, പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ബേർഡൻ ചുമക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മുന്നും പിന്നും നോക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭാരം നിങ്ങൾ ചുമക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഒറ്റയ്ക്കാണ് നിങ്ങളിത് എല്ലാം ചുമക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ബേർഡൻ നിങ്ങൾ ഒരുപാട് തളർന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം നിങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല. കുറച്ച് സ്വസ്ഥതയോടുകൂടെ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ഉള്ള ബേർഡനൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ശാന്തമായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഈ കാണുന്ന ആളെയല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഒരു ലീഡിങ് കപ്പാസിറ്റി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല, അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല, നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. മുന്നോട്ട് പോകാൻ വളരെയധികം കഴിയും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് കെയറിങ് ഒക്കെ കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങളെ കൊണ്ട് അതിന് കഴിയുകയും ചെയ്യും കേട്ടോ. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.